അങ്ങനെ ഈ ഒരു സ്വിഫ്റ്റിൻ്റെ നമ്മൾ എഞ്ചിനെല്ലാം പൊളിച്ചിട്ടുണ്ട് കേട്ടോ. എഞ്ചിനിൽ സംഭവം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഹെഡ് വലിയ കംപ്ലയിൻ്റ് ഇല്ല. ഇതിൻ്റെ ക്രാങ്ക് പോയിട്ടുണ്ട്. ക്രാങ്ക് അല്ലെങ്കിൽ കണക്റ്റഡ് ബെയറിംഗ്. സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ്ട് നമ്മളിപ്പോൾ എല്ലാം പീസ് ആക്കിയിട്ടുണ്ട്. ടർബോ ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്, ടർബോ ചാർജർ, അതുപോലെ തന്നെ ഹെഡ് ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ ഗിയർ ബോക്സ്, ഫ്ലൈ വീൽ, ക്ലച്ച്, ഫൗണ്ടേഷൻ, സ്റ്റാർട്ടർ മോട്ടർ, ഇഞ്ചക്ടർ, അതുപോലെ തന്നെ ഇതിൻ്റെ വാൾഡോർ, ക്യാം ഷാഫ്റ്റ്, അതുപോലെ തന്നെ ഓയിൽ പമ്പ്, ഹെഡ് ഗാസ്കറ്റ്, ഇതെല്ലാം നമ്മൾ ഇളക്കി പീസായിട്ട് പൊളിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പിസ്റ്റൺ മേളോട്ട് വരുന്നില്ല, എല്ലാം കൂടി ജാമായി ഇറിയിരിക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇതിൽ 4 പിസ്റ്റൺ ഒരുപോലെ സെൻറ്ററായി ആ ഒരു പൊസിഷനിൽ വരുമ്പോൾ നമ്മൾ ഈ ഒരു എഞ്ചിൻ പുള്ളി ബോൾട്ട് മുടുക്കി എഞ്ചിൻ കറക്കുകയാണെങ്കിലും സംഭവം അനങ്ങുന്നില്ല, ജാമായിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒന്നിൽ കണക്റ്റഡ് ബെയറിംഗ് അല്ലെന്നുണ്ടെങ്കിൽ ക്രാങ്ക് അടിച്ചു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനി നമുക്ക് പിസ്റ്റൺ എല്ലാം ഊരിയെടുക്കണം. ഊരിയെടുത്താൽ നമുക്ക് ഈ ഒരു കണക്റ്റഡ് ബെയറിംഗ് ആണോ പിസ്റ്റൺ സീസായോ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങി വീണ്ടും ജാമായി. അങ്ങനെ വരുമ്പോഴാണ് വണ്ടി സ്റ്റാർട്ടിങ് ചെയ്ത സമയത്ത് എല്ലാം കൂടി ഇറിവ് ജാമായി. നമ്മൾ ടൈമിംഗ് നോക്കിയപ്പോൾ ടൈമിംഗ് വ്യത്യാസം. അപ്പോൾ എല്ലാം കൂടി നോക്കിയപ്പോഴാണ് എഞ്ചിൻ ജാമായി, വണ്ടി ഇറക്കണമെന്നുള്ള ഇത് വന്നത്. ഇറക്കി ഇനി ലേറ്റിലെ കൊടുത്ത് പുതിയൊരു എഞ്ചിൻ പോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. സംഭവം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡീസൽ ഇതിനകത്ത് ഇറങ്ങി ലൂബ്രിക്കേറ്റിംഗ് കിട്ടാതെയാണ് ഈ ഒരു എഞ്ചിൻ പണി ഇങ്ങനെ ഉണ്ടായത്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ കറക്റ്റ് നിങ്ങൾ ചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ലെവൽ ചെക്ക് ചെയ്യുക. എഞ്ചിൻ ഓയിലിൻ്റെ അളവ് കൂടുതലാണോ, ഓയിൽ വെള്ളം മിക്സ് ആകുന്നുണ്ടോ, ഡീസൽ മിക്സ് ആകുന്നുണ്ടോ, ഇതൊക്കെ ഉണ്ടാവുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. പക്ഷേ ഇത് അപൂർവം സംഭവങ്ങളിൽ വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അപൂർവമായിട്ട് കാണപ്പെടുന്ന ഡീസൽ എങ്ങനെ എഞ്ചിനകത്ത് ഇറങ്ങും, ഡീസൽ എങ്ങനെ ഓയിൽ മിക്സ് ആവും എന്നുള്ള ഒരുപാട് പേർക്ക് ഡൗട്ടുകൾ തോന്നാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലൂടെയാണ് സംഭവിച്ചത്. ഓയിൽ പമ്പ് ഹൈ പ്രഷർ പമ്പ്, ഡീസൽ പമ്പ് കംപ്ലൈൻ്റ് ആയാണ് എഞ്ചിനകത്തോട്ട് ഇറങ്ങി ഓയിലൂടെ മിക്സ് ആയി ഓയിലിൻ്റെ അളവ് കൂടി ലൂബ്രിക്കേറ്റിംഗ് ഇല്ലാതെ, ഓയിൽ ലൂബ്രിക്കേറ്റിംഗ് ഇല്ലാതെ വരും ഡീസൽ വരുമ്പോൾ. അങ്ങനെയാണ് ഈ ഒരു ഭാഗത്തെല്ലാം ലൂബ്രിക്കേറ്റിംഗ് ഇല്ലാതെ തേയ്മാനം കൂടി കണക്റ്റഡ് ബെയറിംഗും എല്ലാം കൂടി അടിച്ചു പോകാൻ കാരണം. അപ്പോൾ എഞ്ചിൻ്റെ അടിസൈഡാണിത്. അടിസൈഡിൽ നമുക്ക് പിസ്റ്റൺ എല്ലാം ഊരി എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എഞ്ചിൻ ജാമാണ്, കറങ്ങുന്നില്ല. പിസ്റ്റൺ എല്ലാം ഇളക്കിയിട്ട് ക്രാങ്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇതെല്ലാം നമുക്ക് ലേത്തി കൊടുത്ത് ക്ലിയർ ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ഡിസ്മാൻറ്റിൽ പൊളിച്ച വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ പാർട്ട് 2 ആയിട്ട് വരുന്നതായിരിക്കും. ഇതിലെല്ലാം കൊടുത്ത് സ്പെയറെല്ലാം മേടിച്ച് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളത് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം പൊളിച്ച് നോക്കാം എങ്ങനെയാണെന്ന്.